കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുള്ള വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് 50-ലധികം സർവീസുകൾ താൽക്കാലികമായി നിർത്തലാക്കാനാണ് തീരുമാനം. കേരളത്തെ രണ്ടാം തരമായി കാണരുതെന്ന ലോക്സഭാംഗം ശശി തരൂരും പ്രവാസികളോടുള്ള വെല്ലുവിളിയാണ് നടപടിയെന്ന് MK രാഘവൻ MPയും പ്രതികരിച്ചു. തിരക്ക് കുറഞ്ഞ സീസൺ എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ നിന്നും ഗൾഫ് മേഖലയിലേക്കുള്ള സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് തയ്യാറെടുക്കുന്നത്. ഒക്ടോബർ 26 മുതൽ 50-ലധികം സർവീസുകൾ ഇത്തരത്തിൽ നിർത്തലാക്കും. മലബാർ മേഖലയെയാകും തീരുമാനം കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക. കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നും കുവൈറ്റിലേക്ക് സർവീസ് ഉണ്ടാകില്ല. കണ്ണൂരിൽ നിന്നും ബഹ്റൈൻ, സൗദി അറേബ്യയിലെ ദമാം എന്നിവിടങ്ങളിലേക്കും നേരിട്ട് സർവീസ് നടത്തില്ല. ദുബായ്, അബുദാബി, ഷാർജ, റാസൽ ഖൈമ, മസ്കറ്റ് തുടങ്ങിയ നഗരങ്ങളിലേക്ക് നിലവിലുള്ളതിന്റെ പകുതിയായി സർവീസുകൾ കുറയും. ഇതോടെ ഗൾഫ് മേഖലയിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ കാര്യമായ വർധനയുണ്ടാകും. മാത്രമല്ല, ഗൾഫ് വഴി യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവരെയും നിരക്ക് വർധന ബാധിക്കും. കേരളത്തെ രണ്ടാം തരമായി കാണരുതെന്ന് കാട്ടി ശശി തരൂർ MP എയർ ഇന്ത്യ എക്സ്പ്രസ് COയ്ക്ക് കത്തയച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തോട് കാട്ടുന്ന ചിറ്റമ്മ നയം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് MK രാഘവൻ MP ആവശ്യപ്പെട്ടു. അതേസമയം തിരക്ക് കുറഞ്ഞ ശൈത്യകാലം പരിഗണിച്ചാണ് തീരുമാനമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിലപാട്. തിരക്കേറിയ മറ്റു മേഖലകളിലേക്ക് വിമാനങ്ങൾ പുനഃക്രമീകരിക്കാനാണ് തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ദുബായ്.